എങ്ങനെയാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്? വലിയ കുഴപ്പമില്ല, പിള്ളേരുമായിട്ട് നല്ല ബന്ധമാണ്, മാനേജ്മെൻറ്റുമായിട്ട് നല്ല ബന്ധമാണ് അല്ലേ സാറിന് ആ സമയത്ത്? അതെ അതെ. ഇതിനിടയിൽ ഇന്റേണൽ എക്സാം വന്നു. ഒരു പിന്നെ ഇൻറ്റേർണൽ എക്സാം, അതായത് ഈ പുതിയ രീതി അനുസരിച്ചിട്ട് ഇൻറ്റേർണൽ എക്സാമിനും യൂണിവേഴ്സിറ്റിയിൽ ഒരു മാർക്കുണ്ട്. മിക്കവാറും ഒരു ഇൻറ്റേർണൽ എക്സാം, 2 ഇൻറ്റേർണൽ എക്സാം ഒരു സെമസ്റ്ററിന് വേണം. അതിൽ 4 മാർക്ക് ഇതിനുള്ളതാണ്. അത് പാഠപുസ്തകത്തിൽ നിന്നല്ല നമ്മൾ കൊടുക്കേണ്ടത്, പാഠപുസ്തകത്തിൽ നിന്ന് തന്നെ കൊടുക്കാം. ഇപ്പം അല്ലാതെ കൊടുക്കാം. പാഠപുസ്തകത്തെ അധികരിച്ചാണ് ബേസ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ഈ വിവാദം ഉണ്ടായ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയത് BCom 2ാം സെമസ്റ്റർ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഭാഷാശുദ്ധി വരുത്താനുള്ള എഴുത്തോല എന്ന് പറയുന്ന ഒരു ബുക്കായിരുന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ചിഹ്നനം എന്നൊരു അധ്യായമാണ്. അതായത് ഉചിതമായ ചിഹ്നങ്ങൾ ചേർക്കാൻ. എവിടെയാണ് ചിഹ്നനം? എവിടെയാണ് പിന്നെ ഫുൾ സ്റ്റോപ്പ് വേണ്ടത്, എവിടെയാണ് കോമ വേണ്ടത്, എവിടെയാണ് ആശ്ചര്യചിഹ്നം വേണ്ടത്, ഒരു സംഭാഷണം എഴുതുമ്പോൾ ഏത് ചിഹ്നം വേണം, ചോദ്യചിഹ്നം, അതുപോലെയൊക്കെയുള്ള എല്ലാ ചിഹ്നങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നിനും ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത് എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് വേണ്ടത്, എവിടെയാണ് കോമ വേണ്ടത്, എവിടെയാണ് ആശ്ചര്യചിഹ്നം വേണ്ടത്, അങ്ങനെ ഓരോന്നും പ്രത്യേകം പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിന് സാധ്യതയുള്ള ഒരു തേടിപ്പോയി. അപ്പം ഞാനങ്ങനെ ചോദ്യം ഇട്ടപ്പം പരമാവധി ചിഹ്നങ്ങൾ ചേർക്കാൻ സാധ്യതയുള്ളൊരു പാഠഭാഗം ഈ PT കുഞ്ഞുമുഹമ്മദിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്ന്, അത് MG യൂണിവേഴ്സിറ്റി BAയ്ക്കും MAയ്ക്കും റെഫറൻസ് ഗ്രന്ഥമായിട്ട് വെച്ചിരിക്കുന്ന മലയാളം റെഫറൻസ് ഗ്രന്ഥമായിട്ട് ഉള്ളതാണ്. അത് അങ്ങനെ തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന് പറയുന്നൊരു ബുക്കാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പിന്നെ ചോദ്യമാണ് നമ്മളൊരു ഭാഗം. അപ്പോൾ ഈ PT കുഞ്ഞുമുഹമ്മദിൻ്റെ ഈ പുസ്തകത്തിൽ ചില സീക്വൻസൊക്കെ നമുക്ക് ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ നാട്ടിലൊരു ഭ്രാന്തനുണ്ടായിരുന്നു. ആ ഭ്രാന്തന് ഇങ്ങനെ ദൈവത്തെ വിളിക്കും. അപ്പോൾ അങ്ങനെ ആ ഭ്രാന്തനുമായിട്ടും ദൈവവുമായിട്ടുള്ള ആ സംഭാഷണം PT കുഞ്ഞുമുഹമ്മദ് അതിൽ നിന്നാണ് ഒരു പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഘർഷം എന്ന സിനിമയിൽ അതിലെ നായകനായിട്ടുള്ളൊരു കഥാപാത്രം മുരളി അഭിനയിക്കുന്നൊരു വേഷമാണ്, ഒരു പ്രവാസിയുടെ കഥ. ഗാന്ധിജിയായിട്ടും പിന്നെ ദൈവമായിട്ടുമൊക്കെ ഈ നായകൻ സംസാരിക്കുന്ന രംഗമുണ്ട്. അപ്പോൾ അതിന് പ്രചോദനം കിട്ടുന്നത് ഈ ഭ്രാന്തൻ്റെ ഈ ദൈവത്തെ വിളിച്ചുള്ള ഈ സംഭാഷണമാണ്. ഇപ്പം ഭ്രാന്തൻ ഇങ്ങനെ ദൈവത്തെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, പടച്ചോനെ ഇപ്പം ദൈവം എന്താടാ നായിൻ്റെ മോനെ അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, എന്താണ് നായിൻ്റെ മോനെ. അപ്പം ഭ്രാന്തൻ, ഒരു അയല അത് മുറിച്ചാൽ എത്ര കഷ്ണമാണ്, 3 കഷ്ണമാണെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നായേ. അങ്ങനെയാണ് ആ ഡയലോഗ് എഴുതിയിരിക്കുന്നത്. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നായെന്ന്. അപ്പം ഞാനത് ഈ പിന്നെ ആധുനിക സാഹിത്യം പഠിപ്പിക്കുമ്പം കറുത്തകാസ്യമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഡയലോഗ് എടുത്ത് നേരത്തെ ഉപയോഗിക്കുമായിരുന്നു, ഈ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലായിരുന്ന കാലത്തൊക്കെ. അതായത് ഇതിനകത്തൊരു ഹാസ്യമുണ്ട് അടിസ്ഥാനപരമായിട്ട്. അതായത് ഈ ദൈവത്തെ വിളിക്കുന്ന പടച്ചോനെ എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദൈവം വളരെ മകനെ വത്സല എന്നൊക്കെ വിളിക്കുന്നതാണ്. അങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് നമ്മുടെ സങ്കല്പം. അപ്പം നമ്മുടെ സങ്കല്പം തന്നെ നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നു, വേറെ ഒന്ന് സംഭവിക്കുന്നു. അവിടെയാണ് ഹാസ്യം ഉണ്ടാകുന്നത്. വൈരുദ്ധ്യാത്മകമാണ്, വൈരുദ്ധ്യത്തിൽ നിന്നാണ് ഹാസ്യം ഉണ്ടാകുന്നത്.